പുനലൂർ KSRTC ഡിപ്പോയിലെ ബസ് കയറി യാത്രക്കാരൻ മരണപ്പെട്ട സംഭവത്തെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുനലൂർ KSRTC ഡിപ്പോയിൽ ഉപരോധം സംഘടിപ്പിച്ചു. പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിജയകുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. കണക്കിന് രൂപ കമ്മീഷൻ അടിക്കാൻ വേണ്ടി പുനലൂർ MLAയുടെ നേതൃത്വത്തിൽ പണിത ഈ കെട്ടിടമാണ്. ഇതിന് ഒരു പ്രയോജനം യാത്രക്കാർക്കും ജീവനക്കാർക്കും ഇല്ല, ഈ ബസ് സ്റ്റേഷനും ഇല്ല. ഇതിവിടെ ഇല്ലായിരുന്നെങ്കിൽ കൂടുതൽ വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായി കയറി ഇറങ്ങി പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റണമെന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുക. ഈ അശാസ്ത്രീയമായി നിർമ്മിച്ച കെട്ടിടം അടിയന്തരമായി പൊളിച്ചു മാറ്റാനുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കണം. താലൂക്ക് വികസന സമിതിയിൽ അടക്കം ഉന്നയിച്ചുകൊണ്ട് ATO അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, SI സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ കെട്ടിടം കൂടി പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശാശ്വതമായ പരിഹാരം ഈ പ്രശ്നത്തിനുണ്ടാകുന്നത് വരെ ഇപ്പം താൽക്കാലികമായിട്ടാണ് ATOയോട് ഉറപ്പിട്ടിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ വാഹനം ഇറങ്ങുന്ന സ്ഥലത്ത് ഉപരോധത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചപ്പോൾ നാട്ടുകാർ എതിർത്തു. നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ G. ജയപ്രകാശ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഒരു മാസത്തിനു മുൻപ് 2 സ്ത്രീകളുടെ കാലിൽ പുനലൂർ KSRTC ഡിപ്പോയിലെ വണ്ടി കയറി ഇറങ്ങി ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഒരാഴ്ച മുൻപ് ഒരു ചെറുപ്പക്കാരന്റെ കാലിൽ KSRTC ബസ് കയറി ചികിത്സയിലിരിക്കെ ഇന്നലെ മരണപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ ഒരു സ്ത്രീയുടെ കാലിൽ കൂടി KSRTC വണ്ടി കയറി പരിക്കേറ്റു. ആ വിവരം അറിഞ്ഞതോടുകൂടിയാണ് കോൺഗ്രസ് പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. KSRTC മദ്യം വെച്ച് റോഡിൽ കൂടെ വന്നെന്ന് പറഞ്ഞ് KSRTC സർക്കാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാറ് സർക്കാരിനോട് മദ്യം കൊടുക്കണ്ട, ഒരു മദ്യം വെച്ചിട്ടാണ് വന്നെങ്കിൽ മദ്യം കൊടുക്കണ്ട. ഇവിടെ വെച്ച് എല്ലാ ദിവസവും ഇതുണ്ടായിക്കൊണ്ടിരിക്കുക. ഒരെണ്ണം വന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് 2 സ്ത്രീകളുടെ അടുത്ത് വണ്ടി കയറി നിരന്തര അപകടം ഉണ്ടാവുക. ഇത് തുടർച്ചയായ ദിവസങ്ങളെ ആളുകളെ കൊല്ലുമോ? നമുക്കിതെങ്ങനെ സഹിച്ചുകൊണ്ട് പോകാൻ പറ്റും? ഈ നാട്ടിലുള്ളവരില്ലേ സാറേ? ഈ മരം മുറിച്ചിട്ടിട്ട് 15 ദിവസമായി ഈ നഗരസഭ ഇത് എടുക്കാൻ പറഞ്ഞു. ഇവിടുത്തെ ന്യായമാണ് സാർ. എന്താ പറയാൻ? മരം മുറിച്ച് ഇവിടെ റോഡിൽ ഇട്ടുമ്പോൾ ചാളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതിനകത്ത് പ്രശ്നം ATO ഒന്നല്ല പ്രശ്നം. അശാസ്ത്രീയമായിട്ടാണ് ഈ ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുണ്ടാക്കി. അന്ന് എല്ലാവരും പൊതുപ്രവർത്തകരെ മുഴുവൻ പത്രക്കാരും അവിടെ പറഞ്ഞു ഇങ്ങനെ പണിയരുതെന്ന് പറഞ്ഞു. ഇപ്പൊ കയറാനും ഇറങ്ങാനും സ്ഥലമില്ലാത്ത അവസ്ഥ. ഇതുണ്ടാക്കി വെച്ച ആരാ? ഞങ്ങളാരേണ്ടതോ? ഇവിടുത്തെ MLA മുനിസിപ്പൽ ചെയർമാനും കൂടെ ചേർന്ന് ഉണ്ടാക്കി വെച്ചത്. ഇത് അശാസ്ത്രീയ. ഉപരോധത്തിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകരും പോലീസും KSRTC ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തി. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ.